ഉടമ്പടിയിലൂടെ സംഭവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നാ സംഭവിക്കും? പാപം മാറും, ഭാരം മാറും. അതല്ലേ പൗലോസ് പറയണത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹമുള്ളത് കൊണ്ട് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയാം. കൈയിട്ടിച്ച് കർത്താവിനെ. എനിക്കറിയാമല്ലോ സാക്ഷികൾ ആരാണ്? ദൈവാനുഭവമുള്ളവരെല്ലാം സാക്ഷികളാണ് എന്നാണ് വിശുദ്ധ യോഹന്നാൻ പറയണത്. 1 യോഹന്നാൻ 1 എന്താ പറയണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കി ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാണ് സാക്ഷികളെ? കണ്ണുകൊണ്ട് കണ്ടവർ സാക്ഷികളാണ്. കർത്താവിനെ അല്ലേ ശരീരത്തിൽ അനുഭവിച്ചവർ സാക്ഷികളാണ്. അനുഭവങ്ങളുള്ളവരെല്ലാം സാക്ഷികളാണ്. അനുഭവങ്ങളുള്ളവരാണ്. നമ്മൾ അവിടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്കറിയാം എന്താണ് ദൈവം പറയണത്. എൻ്റെ മകളെ, നിന്റെ അനുഭവവും വിദൂരത്തല്ല, അടുത്താണ്. നീ ഇതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുടെ സാക്ഷിയാകും. അതുകൊണ്ട് നിന്റെ ഭാരം മാറ്റിക്കളയാം. അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കുക, നിന്റെ പാപം മാറ്റിക്കളയാം. കൈയിട്ടിച്ച് കർത്താവിനെ